15 മിനിറ്റ് കൊണ്ട് 15 മാർക്ക് വാങ്ങാവുന്ന ഒരു ഓർഗാനിക് ചാപ്റ്റർ. ക്രിസ്മസ് എക്സാമിന് 15 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഓർഗാനിക് ചാപ്റ്റർ ആണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ്. ആ ചാപ്റ്ററിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 15 മിനിറ്റേ വേണ്ടി ചാപ്റ്റർ പഠിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ ആണ്. എന്താണ് ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ? സിമ്പിൾ ആടാ. ക്ലോറൈഡുകളെയും ആൽക്കൈൽ ക്ലോറൈഡുകളെയും ആൽക്കൈൽ ബ്രോമൈഡുകളെയും ആൽക്കൈൽ അയോഡൈഡ് ആക്കി മാറ്റുക. ക്ലോറിനും ബ്രോമിനും മാർക്ക് അയോഡിൻ വരിക. വളരെ സിമ്പിൾ. ക്ലോറിനും ബ്രോമിനും മാറിയിട്ട് ആര് വരിക? അയോഡിൻ വരിക. ക്ലോറിനോ ബ്രോമിനോ മാറിയിട്ട് അയോഡിൻ വരിക. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാന്ന് വെച്ചാൽ സോഡിയം അയോഡൈഡ്. ഇവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ? സോഡിയം അയോഡൈഡ്. സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അസറ്റോൺ. അപ്പൊ ഇത്ര എഴുതുള്ളൂ. ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷൻ ചോദിച്ചാൽ ക്ലോറൈഡുകളെയും ബ്രോമൈഡുകളെയും എന്താക്കി മാറ്റാം? അയോഡൈഡുകളാക്കി മാറ്റുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംഗിൾസ്റ്റൈൻ. അടുത്ത് സ്വാർട്സ് റിയാക്ഷൻ. എന്താണ് സ്വാർട്സ് റിയാക്ഷൻ? എന്ത്? ക്ലോറൈഡുകളെ ഇതാ മക്കൾ നോക്കിയേ, ക്ലോറൈഡുകൾ എന്താക്കി മാറ്റുക? ഫ്ലൂറൈഡുകളാക്കി മാറ്റുക. ക്ലോറൈഡുകളെ ഫ്ലൂറൈഡ് ആക്കി മാറ്റുക. അല്ലെങ്കിൽ ബ്രോമൈഡുകളെ ഫ്ലൂറൈഡ് ആക്കി മാറ്റുക. ഉപയോഗിക്കുന്ന റിയേജന്റ് സിൽവർ ഫ്ലൂറൈഡ്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? സ്വാർട്സ് റിയാക്ഷൻ. രണ്ടാമത്തെ കേസും കഴിഞ്ഞു. മൂന്നാമത്തത് യൂസിങ് തയോണൈൽ ക്ലോറൈഡ്. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, തയോണൈൽ ക്ലോറൈഡ് ഈസ് ദ ബെസ്റ്റ് റിയേജന്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ഫ്രം ആൽക്കഹോൾ. ആൽക്കഹോൾ നിന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണ്. ആൽക്കഹോൾ എന്താ? ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് വേണം അല്ലെ? ഇതാണ് ആൽക്കഹോൾ. ആൽക്കഹോളിനെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റുക. OH പോയിട്ട് Cl വരും. OH പോയിട്ട് Cl വരിക. OH പോയിട്ട് Cl വരിക. ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാ? തയോണൈൽ ക്ലോറൈഡ് അഥവാ SOCl2 അല്ലെ? OH ആൽക്കഹോളിന്റെ ആൽക്കൈൽ ക്ലോറൈഡ് ആക്കി മാറ്റാൻ ഏത് റിയേജന്റ് ഉപയോഗിക്കുക? തയോണൈൽ ക്ലോറൈഡ്. എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയലി ആൽക്കൈൽ ക്ലോറൈഡുകൾ പ്രിപ്പയർ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ചോദിക്കും. ആൽക്കൈൽ ക്ലോറൈഡുകൾ വ്യാവസായികമായി പ്രിപ്പയർ ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കും. കാരണം രണ്ട് ബൈ പ്രോഡക്റ്റ് ഏതൊക്കെയാ? SO2ഉം HClഉം രണ്ടും ഗ്യാസാ. ഏറോ മുകളിലോട്ടോ മുകളിൽ ഏറോട്ടോ രണ്ടും ഗ്യാസാ. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടും ഗ്യാസ് ആയിട്ട് ബൈ പ്രോഡക്റ്റുകളൊക്കെ ഗ്യാസ് ആയിട്ട് പോകും. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ആൽക്കൈൽ ക്ലോറൈഡ് മാത്രമേ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. സോ ഇൻഡസ്ട്രിയലി ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്കതിൽ പറയാനുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കീൻ. ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യാം. മക്കൾ നോക്കിക്കോ, ആൽക്കീൻ ഇതാണ് ആൽക്കീൻ CH3. നോക്കിക്കോ, ഇതാണ് ആൽക്കീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് വെറുതെ HBr ആഡ് ചെയ്യാം. HBr എന്ന് പറഞ്ഞാൽ H പ്ലസും Br മൈനസും. ഡബിൾ ബോണ്ട് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ള അവിടത്തേക്ക് Br പോകും. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം കുറവ് ഇവിടെയാണ്. സോ Br ഇവിടത്തേക്ക് വരും, H ഇവിടത്തേക്ക് വരും. ആഹാ, എന്താ പ്രൊഡക്റ്റ്? എന്താ കിട്ടുക? CH3 പറ. CH3 CHBr CH3. ക്ലിയർ അല്ലേ? വെറുതെ ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യാം. അതേസമയം ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്ത് ആൽക്കീനാണ്. ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യുന്നത് പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ, എന്താ പറ? പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ Br മൈനസ് എവിടെ അറ്റാച്ച് ചെയ്യും? ഇവിടെ എഴുതി അത്ര സുഖമായില്ല, ഞാനൊന്ന് മാറ്റണേ. HBr ആഡ് ചെയ്യുക. HBr ആഡ് ചെയ്യുക. എന്താ? Br മൈനസ് എവിടെ ചെയ്യുക? ഡബിൾ ബോണ്ട് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് Br വരും. H ഇവിടത്തേക്ക് എന്താ കിട്ടുക? CH3 CH2 Br. ക്ലിയർ അല്ല? യെസ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ ആണ്. ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ. അപ്പൊ പെറോക്സൈഡിന്റെ പ്രസൻസിൽ Br മൈനസ് എവിടെ പോകും എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കൂടുതൽ അവിടത്തേക്ക് Br പോകും. H ഇവിടത്തേക്ക് പോകും. ഡബിൾ ബോണ്ട് കാർബണിൽ ഹൈഡ്രജൻ ആറ്റം കുറവുള്ള സ്ഥലത്തേക്ക് Br പോകും. H ഇവിടത്തേക്ക് പോകും. ക്ലിയർ അല്ലേ? യെസ്. ഒന്ന് ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ, മറ്റേത് ആന്റി മാർക്കോണിക് ഓഫ് അഡിഷൻ. ക്ലിയർ അല്ലേ? യെസ്. ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കൈൽ ഫ്ലൂറൈഡുകളാക്കി മാറ്റുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? സ്വാർട്സ് റിയാക്ഷൻ. പ്രിപ്പറേഷൻ കഴിഞ്ഞു. ആലോ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കൈൽ ഹാലൈഡിന്റെ ടിപ്പിക്കൽ റിയാക്ഷൻ ഒക്കെ ന്യൂക്ലിയോഫിലിക് ആണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ട് ടൈപ്പ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, SN1 ഉം SN2. എന്താണ് SN1? എന്താണ് SN2 എന്ന് നോക്കാം. ചോദിക്കുക SN1 ഉം SN2 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമ്മൾ ഇതാ SN1 എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ വേഗത റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് SN1.
റിയാക്ഷൻ റേറ്റ് റിയാക്ടന്റിനെയും റിയേജന്റിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് SN2. റിയാക്ടന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ SN1, റിയാക്ടന്റിനെയും റിയേജന്റിനെ ഡിപ്പെൻഡ് ചെയ്താൽ SN2. ക്ലിയർ അല്ലേ? ഇതിന് എത്ര ഓർഡർ? ഇതിന് ഇവിടെ റേസ് 1 ആണ്. ഇവിടെ 1 ഉണ്ട്, 1 + 1 2 ഉണ്ട്. സോ ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആ. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ അടുത്ത പോയിന്റ് ഇതാ, ഇത് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ക്ലിയർ അല്ലേ? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇത് 2 സ്റ്റെപ്പ് ആണ്, 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. 2 സ്റ്റെപ്പായിട്ട് റിയാക്ഷൻ നടക്കുക. ഇത് 1 സ്റ്റെപ്പ് ആണ്, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരിക ടെർഷ്യറി ഹാലൈഡ്, സെക്കൻഡറി ഹാലൈഡ്, പ്രൈമറി ഹാലൈഡ് ആണ്. ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വരിക പ്രൈമറി ഹാലൈഡ്, സെക്കൻഡറി ഹാലൈഡ്, ടെർഷ്യറി ഹാലൈഡ്. ക്ലിയർ അല്ലേ? SN1 SN2 കഴിഞ്ഞു. ഡിഫറൻഷിയേറ്റ് SN1 and SN2 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എഴുതിയേക്കണേ മക്കളെ. അടുത്ത് നോക്കിയോ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അരൈൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഹാലോ അരൈൻസിന്റെ പ്രിപ്പറേഷൻ ഏറ്റവും നല്ലത് അനലിൻ പ്രിപ്പയർ ചെയ്യുക. അനലിൻ, ഇതാണ് അനലിൻ. ബെൻസീനിൽ NH വന്നാൽ മക്കൾ ചോദിക്കുക, ബെൻസീനിൽ NH വന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അനലിൻ. അനലിലേക്ക് സോഡിയം നൈട്രേറ്റും HCl, NaNO2HCl, സോഡിയം നൈട്രേറ്റും HCl വെക്കുക. എത്ര ഡിഗ്രി? 0 to 5 degrees Celsius കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. എന്താ വിളിക്കുക? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ. എന്താ വിളിക്കുക? ഡയസോട്ടൈസേഷൻ. ഇതിലേക്ക് CuClHCl വെച്ചാൽ ക്ലോറോബെൻസീൻ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലോറോബെൻസീൻ. CuBr വെച്ചാൽ അത് ബ്രോമോബെൻസീനായി മാറും. ബ്രോമോബെൻസീൻ. പൊട്ടാഷ്യം അയോഡൈഡ് വെച്ചാൽ അത് അയോഡോബെൻസീനായി മാറും. അയോഡോബെൻസീൻ. ഫ്ലൂറബോറിക് ആസിഡ് അഥവാ HBF4 വെച്ചാൽ അത് ഫ്ലൂറോബെൻസീനായി മാറി. ഫ്ലൂറോബെൻസീൻ. ഈ 2 റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് സാൻ മേയേഴ്സ് റിയാക്ഷൻ. എന്താ വിളിക്കുക? സാൻ മേയേഴ്സ് റിയാക്ഷൻ. അപ്പൊ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് CuClHCl ക്ലോറോ, CuBr ബ്രോമോ. ഇത് രണ്ടും സാൻ മേയേഴ്സ് ആണ്. പൊട്ടാഷ്യം അയോഡോബെൻസീൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാകുക, how will you convert aniline to chlorobenzene? How will you convert aniline to bromobenzene? How will you convert aniline to iodobenzene? How will you convert iodine to fluorobenzene? Fluorobenzene വെക്കാൻ ബെൻസീൻ ഫ്ലൂറബോറിക് ആസിഡ്, ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡിലേക്ക് ഫ്ലൂറബോറിക് ആസിഡ് വെച്ച് ചൂടാക്കണം, ഹീറ്റ് ചെയ്യണം. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അരൈൻസ് കഴിഞ്ഞു. അടുത്ത് സാൻ മേയേഴ്സ് റിയാക്ഷൻ പറഞ്ഞല്ലോ. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. Halo arenes are less reactive towards nucleophilic substitution. Halo arene nucleophilic substitution favor ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? അതായത് ഹാലോ ആൽക്കൈനിൽ ന്യൂക്ലിയോഫൈൽ വന്നാൽ റൂം ടെമ്പറേച്ചറിൽ ഈസി ആയിട്ട് റിയാക്ഷൻ നടക്കും. Cl പോയിട്ട് ആര് വരും? ന്യൂക്ലിയോഫൈൽ വരും. Cl പോയിട്ട് ന്യൂക്ലിയോഫൈൽ വരും. Nu-. Cl- പോയിട്ട് Nu- വരും. റൂം ടെമ്പറേച്ചർ ആണ്. ഓർമ്മിക്കുക, റൂം ടെമ്പറേച്ചർ. പക്ഷേ ഹാലോ അറൈൻസിലേക്ക് ന്യൂക്ലിയോഫൈൽ വെക്കുക, റൂം ടെമ്പറേച്ചർ, നോ റിയാക്ഷൻ നടക്കത്തില്ല. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ വരും. ഹാലോ അറൈൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ വരും? 2 റീസൺ ഉണ്ടാവുക. ഒന്നാമത്തെ റീസൺ നോക്കിക്കോ. ഹാലോ അറൈൻസിൽ ഫസ്റ്റ് റീസൺ 1 ആണ്. ഹാലോ അറൈൻസും ഹാലോജൻ പോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫീനൈൽ കാർബോകാറ്റയോൺ. എന്താ വിളിക്കുക? ഫീനൈൽ കാർബോകാറ്റയോൺ ലെസ് സ്റ്റേബിൾ. ഫീനൈൽ കാർബോകാറ്റയോൺ ഇസ് ലെസ് സ്റ്റേബിൾ. ഹാലോ അറൈൻസും ഹാലോജൻ പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പേരാണ് ഫീനൈൽ കാർബോകാറ്റയോൺ. എന്താ? ലെസ് സ്റ്റേബിൾ ആണ്. ഹാലോ അറൈൻസിൽ ഹാലോജൻ പോയി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഫീനൈൽ കാർബോകാറ്റയോൺ കിട്ടും. ഫീനൈൽ കാർബോകാറ്റയോൺ ഇസ് ലെസ് സ്റ്റേബിൾ. ഫീനൈൽ കാർബോകാറ്റയോൺ എന്താണ്? ലെസ് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഹാലോ അറൈൻസ് ഒരിക്കലും ഹാലോജനെ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഹാലോജൻ അറ്റാച്ച് ചെയ്ത് നമ്മൾ നോക്കിക്കോ. ഹാലോ അറൈൻസിന്റെ പ്രത്യേകത, ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ട് കാർബണിലാണ്. ഹാലോജൻ ഡബിൾ ബോണ്ട് കാർബണിൽ അറ്റാച്ച് ചെയ്താൽ അവിടെ റെസൊണൻസ് എന്നുള്ള ഫിനോമിനൻ ഉണ്ട്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഈ ലോൺ പെയർ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെയുള്ള പൈ ബോണ്ട് ലോൺ പെയർ ആയി മാറും. ഇതാണ് റെസൊണൻസ്. അപ്പൊ എന്താ കിട്ടുക? Cl 2 ലോൺ പെയർ
ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ബോണ്ട് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട്. ഇവിടെ ഇതൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് വരും. പാർഷ്യൽ റെസൊണൻസ് വഴി പാർഷ്യൽ ഡബിൾ ബോണ്ട് വരും. പാർഷ്യൽ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ബോണ്ട് എന്തായി മാറും? ബോണ്ട് ബിക്കം സ്ട്രോങ്ങർ ആയി മാറും. ബോണ്ട് ബ്രേക്കിംഗ് ബിക്കം ഡിഫിക്കൽസ്. അപ്പൊ ഹാലോ വാലൻസിലെ പ്രത്യേകത, ഹാലോ വാലൻസിൽ കാർബണും ക്ലോറിനും തമ്മിൽ എന്തുണ്ടാവും? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് ബൈ റെസൊണൻസ് വഴി ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ കാരണം ബോണ്ട് ബ്രേക്കിംഗ് ഡിഫിക്കൽട്ട് ആയി മാറും. സോ ഹാലോ വാലൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ പഠിക്കാനുള്ള ഹാലോ വാലൻസിന്റെ കുറച്ച് റിയാക്ഷൻസ് ആണ്. ഫിറ്റിക് റിയാക്ഷൻ. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഹാലോ വാലൻസ്, മക്കൾ നോക്കിയേ, രണ്ട് ഹാലോ വാലൻസിനെ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. രണ്ട് ഹാലോ വാലൻസിനെ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ആരുടെ പ്രസൻസിൽ? ഡ്രൈ ഈതർ സോൾവെന്റ്. എന്താ പറ? ഡ്രൈ ഈതർ. ബൈഫീനൈൽ, രണ്ട് ബെൻസീൻ നിങ്ങളെ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബൈഫീനൈൽ കോമ്പൗണ്ട്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. ബൈഫീനൈൽ. ഇവിടെ സോൾവെന്റ് ഉപയോഗിക്കുന്ന ഡ്രൈ ഈതർ ആണ്, ഡ്രൈ ഈതർ. ഇനി വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അറൈൽ ഹാലൈഡും ആരുമായിട്ട് റിയാക്ട് ചെയ്യുക? സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. വീണ്ടും ആരെ പ്രസൻസിൽ? ഡ്രൈ ഈതർ എന്നുള്ള സോൾവെന്റ് പ്രസൻസിൽ. എങ്ങ് പോവും? NaCl പോയില്ലേ? എന്ത് കിട്ടി? യെസ്, ചൊല്ലിയും കിട്ടി. ക്ലിയർ അല്ലേ? ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എന്താ വിളിക്കുക? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതെങ്കിലും 4 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയും. റൈറ്റ്, എനി 4 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോ വാലൻസ് പറയും. അപ്പോൾ ഹാലോ വാലൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ ക്ലോറോബെൻസീനിലേക്ക് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്താൽ NO2+ വരും. NO2+, ഇലക്ട്രോഫൈൽ NO2+. NO2+ ഓർത്തോയിലേക്ക് പോകും, പാരയിലേക്ക് പോകും. മേജർ പ്രോഡക്റ്റ് ഏതാ? പാരാ പ്രോഡക്റ്റ് ഈസ് എ മേജർ പ്രോഡക്റ്റ്. ഇത് ഒരു ഇലക്ട്രോഫിലിക് ആണ്. ഓർത്തോ പ്രോഡക്റ്റ് ഉണ്ടാവും, പാരാ പ്രോഡക്റ്റ് ഉണ്ടാവും. പാരാ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ബ്രോമിനേറ്റ് ചെയ്യാം. ബ്രോമിൻ FeBr3 വെച്ചാൽ ബ്രോമിൻ എങ്ങോട്ട് പോകും? പാരയിലേക്ക് പോകും. ബ്രോമിൻ പോകും എങ്ങോട്ടാ? പാരയിലേക്ക്. ഇതായിരിക്കും മേജർ പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ? അടുത്ത് ആൽക്കൈൽ ഹാലൈഡും AlCl3. ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് AlCl3 ഗ്രൂപ്പ് വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പ്. എന്താ വരിക? ആൽക്കൈൽ ഗ്രൂപ്പ്. ഓർത്തോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇനി ആസിഡ് ക്ലോറൈഡും AlCl3. ഇതിലേക്ക് ആസിഡ് ക്ലോറൈഡും AlCl3 ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. AlCl3 അസൈൽ ഗ്രൂപ്പ് വരും. അസൈൽ എങ്ങോട്ടാ വരിക? പാരയിലേക്ക്. COCS3 പാരയിലേക്ക് വരും. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഇത് 4 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇനി പോളിഹാലോജൻ കോമ്പൗണ്ടിൽ ഒന്ന് ക്ലോറോഫോം ആണ്. വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. എന്തുകൊണ്ടാണ് ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിച്ചത് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ മക്കളെ സിമ്പിൾ ആയിട്ട് ചെയ്താ ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കാൻ കാരണം ക്ലോറോഫോം സൺലൈറ്റിന്റെ പ്രസൻസിൽ വളരെ സ്ലോ ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോസ്റ്റ്ജീൻ എന്ന് പറഞ്ഞാൽ ഹൈലി പോയിസണസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. പോസ്റ്റ്ജീൻ ഹൈലി പോയിസണസ് ഗ്യാസ് ആണ്. ദാറ്റ്സ് വൈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ കളേർഡ് ബോട്ടിൽ. ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കാനുള്ള ഒരു കാരണം അതാണ്. ക്ലോറോഫോം കളേർഡ് ബോട്ടിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ഓക്സിഡൈസ് ചെയ്ത് പോസ്റ്റ്ജീൻ ആയി മാറും. പോസ്റ്റ്ജീൻ ആണെങ്കിൽ ഹൈലി പോയിസണസ് ഗ്യാസ് ആണ്. ക്ലിയർ അല്ലേ? എന്താണ് DDT? ഇതാണ് DDT. യെസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് DDT. ഡൈഫീനൈൽ. ട്രൈക്ലോറോ ഈഥെയ്ൻ. ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ ഇതാണ് CH3. ഇതാണ് ഈഥെയ്ൻ. CH3. ഇതിനെ വിളിക്കുന്ന പേരാണിത് ഈഥെയ്ൻ. CH3. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇതിന്. ട്രൈക്ലോറോ ഈഥെയ്ൻ. ട്രൈക്ലോറോ ഈ ഹൈഡ്രജൻ അങ്ങ് പോക്കുക. അപ്പൊ 3 ക്ലോറിൻ ഇട്ട് കൊടുക്കുക. 3 ക്ലോറിൻ. ട്രൈക്ലോറോ ഈഥെനായി. അപ്പൊ അപ്പൊ ഇവിടെ ഒരു ബോണ്ട് വേണ്ടേ? ഈ ബോണ്ടൊക്കെ ഒഴിവാക്കുക. ഈ ഹൈഡ്രജൻ ഒഴിവാക്കുക. അയ്യോ, ഈ ഹൈഡ്രജൻ ഒഴിവാക്കുക. ഓക്കെ, ഇവിടെ ബോണ്ട് ഇട്ട് കൊടുക്കുക. ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? DDT. യൂസ്ഡ് ആസ് എ പെസ്റ്റിസൈഡ്. എന്നിട്ട് ഉപയോഗിക്കും? പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ്ഡ് ആസ് എ പെസ്റ്റിസൈഡ്. ക്ലിയർ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? DDT. അടുത്തത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. DDT പഠിച്ചു, ക്ലോറോഫോം പഠിച്ചു. പിന്നെ അതിൽ ചോദിക്കുക എന്താണ് ഫ്രീയോൺ? വെച്ചാൽ ഫ്രീയോൺ എന്താ ചോദിക്കും? ഫ്രീയോൺ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥെയ്ൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീയോൺ.
ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേനെ വിളിക്കുന്ന പേരാണ് ഫ്രീയോൺ. യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. എന്തായിട്ട് ഉപയോഗിക്കും? റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഹാലോ ആൽക്കെൻസിന്റെ ഹാലോ വാലൻസ് പഠിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.